ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ താമരയുടെ മുട്ടാണ്. ഇത് ഏതാണ്ട് ഈ ഒരു വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ താമര ആണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതും കൂടെ ഇപ്പോൾ രണ്ടാമത്തെ മുട്ട ഇവിടെ ഈ സൈസിലേക്ക് എത്തി നിൽപ്പുണ്ട് കേട്ടോ. ഇതും നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിലുള്ള പോലെ തന്നെയാണ് വലുപ്പത്തിൽ നിൽക്കുന്നത്. ഇതാണ് താമര മുട്ടിൻ്റെയും ഇവിടെ നിന്നുള്ള റിവ്യൂ ഷേപ്പൊക്കെ ആയിട്ട്. ഇതിൽ ഒരു 100 കണക്കിന് ഇല വന്നതിന് ശേഷമാണ് ഒരു മുട്ട ഇതിലേക്ക് വന്നത്. അപ്പം നമ്മളത് ഇവിടെ നിന്ന് ഇതിൻ്റെ ചെളി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എന്തോ ഇനി മീനാണോ തവളയാണോ എന്നുള്ള ഇങ്ങനെ കൊണ്ടത് ഇവിടെ കൂട്ടി വെക്കുന്നുണ്ട് ചെളികളൊക്കെ ആയിട്ട്. ബാക്കി ഇതിനകത്ത് നമ്മുടെ കുറച്ച് ഒരു ഗോൾഡൻ കളർ ഗപ്പീസ് കുറച്ചിനകത്ത് കിടപ്പുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗപ്പീസാണ് കിടന്നോടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ കാണുന്ന നമ്മുടെ ആമ്പൽ ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. ഒരു മുട്ട ഓൾറെഡി അതിപ്പം ഉച്ചയായപ്പോൾ ഇതെല്ലാം വാടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ആമ്പലും ഒക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഈ 3 ഉണ്ടാകും. ഇതൊരെണ്ണം ഇപ്പോൾ കുറച്ച് മുമ്പ് ഇതങ്ങ് അടഞ്ഞു പോയതാണ്. അതുപോലെ ഇവിടെയുള്ള നമ്മുടെ ഈ കാണുന്ന ആമ്പലും അത്യാവശ്യം 3 പൂക്കളോളം പൂത്ത് ഇവിടെ നിൽപ്പുണ്ട്. ശരിക്കും ഈ മുട്ടിന് വേറെ നിൽപ്പുണ്ട്. ഇത് ഒരു ഫ്രീക്വൻ്റായിട്ട് പൂക്കുന്നുണ്ട് ഇതിനകത്ത്. ഗപ്പിയുടെ ഓടുന്നതാണ് ഈ കാണുന്ന വെള്ളം മൂവുന്ന ഗപ്പിയുടെ മൂവി ഓടുന്നതാണ്. ഒരു 2 പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതിൽ പൂക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഇതിലുള്ള പൂക്കൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താമരയുടെയും ആമ്പലിൻ്റെയും അപ്ഡേറ്റ്സ്.